എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അറബ് ഫുഡാണ് കുബൂസ് എന്നൊക്കെ നമ്മൾ പറയുന്ന കുബ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ കപ്പാണ് എനിക്ക് ഈ കുബ്സിൻ്റെ എല്ലാ അളവുകളും. അതിന് തന്നെ ഞാനൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ആട്ടാപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, അതേ സ്പൂണിന് 2 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഞാൻ ആ മൈദ എടുത്ത കപ്പിൻ്റെ 1/2 കപ്പ് അളവിൽ ചെറിയ ചൂടുവെള്ളം, 1/4 കപ്പാണ് നമ്മൾ മൈദയും ആട്ടാപ്പൊടിയും കൂടെ എടുത്തേക്കുന്നത്. 1 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് ആട്ടാപ്പൊടി, അതിൽ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഈസ്റ്റ് നന്നായിട്ട് അടച്ചവിടെ വച്ചിരിക്കാം. ഒരു 15 മിനിറ്റ് നേരം അതവിടെ ഇരുന്ന് ഒന്ന് റെഡിയായി വന്നോട്ടെ. അപ്പോൾ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ, അറബ് ഫുഡല്ലേ, അപ്പോൾ ഒലിവ് ഓയിലാണ് വേണ്ടത്. അപ്പോൾ ഈ പൊടിയിലേക്ക് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊടി നമ്മുടെ ഈസ്റ്റ് കലക്കി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം ഒരു 15 മിനിറ്റോളം അതൊന്ന് മയപ്പെടുത്തി എടുക്കണം. നോക്കി ഞാനത് മയപ്പെടുത്തി. അപ്പോൾ ഇത് ചിലപ്പോൾ വെള്ളം ഇത്തിരി കൂടുതലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഇത്തിരി പൊടിയും കൂടെ അതിനകത്തൊന്ന് തൂവിക്കൊടുത്ത് പരുവപ്പെടുത്തി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ച് അതൊന്ന് മാറ്റി വെക്കാം. ഒരു 1-1.5 മണിക്കൂർ അതവിടെ ഇരുന്ന് ആ ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് പ്രവർത്തിച്ച് നമ്മുടെ മാവ് സോഫ്റ്റായി ഇതിൻ്റെ ഇരട്ടിയായിട്ട് ഈ മാവ് വരും. അപ്പോൾ ഒരു 1-1.5 മണിക്കൂർ, 1 മണിക്കൂറായാലും കുഴപ്പമില്ല, 1.5 മണിക്കൂർ ഒരു നനഞ്ഞ തുണി വെച്ച് നമുക്കത് മൂടിയിട്ട് ഒരടപ്പ് വെച്ച് അടച്ചവിടെ വെക്കാം. അപ്പോൾ ഞാൻ 1.5 മണിക്കൂർ കഴിഞ്ഞ് കണ്ടോ, നമ്മൾ വെച്ച മാവ് നല്ല പൊങ്ങി വന്നുണ്ടോ, അത് ടിഷ്യൂം ഒന്ന് കൊടുത്താൽ അതാ പോയി ഉണ്ടോ, അങ്ങനെ താന്ന് പോവും കണ്ടോ. ഇനി നമ്മൾ നോക്കിയേ, കണ്ടോ എത്ര സോഫ്റ്റായി മാവ് മാറി നോക്കിയേ. അത് നമ്മുടെ ഈസ്റ്റിൻ്റെ മെച്ചമാണേ. കണ്ടോ നല്ല സോഫ്റ്റായിട്ട് മാവ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത്തിരി പൊടി തൂക്കി കൊടുത്തിട്ട് ഈ മാവ് അതിലിട്ട് നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് ബോള് പിടിച്ചിട്ട് നമുക്കത് ഒന്ന് പരത്തിയെടുക്കണം. ഉണ്ടോ ചെറിയ കുബ്ബൂസിൻ്റെ, നിങ്ങൾക്ക് കുബ്സ് വലുതായിട്ട് വേണമെങ്കിൽ വലിയ ബോൾ പിടിക്കാം. ഞാനിവിടെ ഒരു ചെറിയ അളവിൽ പല വലിപ്പത്തിൽ കിട്ടുമല്ലോ, നമുക്ക് ഒരുപാട് വലിപ്പം വേണ്ട. അപ്പോൾ ഞാനിവിടെ ചെറിയ ബോളുകളായിട്ടിങ്ങനെ പിടിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം, ഒരുപാട് കട്ടിയൊന്നും കുറച്ചെടുക്കണ്ട. നമ്മളാ എടുത്ത മാവിൻ്റെ ഒരു ആനുപാതികമായ ഒരു കട്ടി, എൻ്റെ കനം എങ്ങനെ പറയാം, നമ്മൾ കുബ്സൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ അത് നമുക്ക് പരത്തിയെടുക്കണം. ഞാൻ ആ 1/4 കപ്പ് മൈദ കൊണ്ട് ഞാൻ 9 കുബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ 9 ബോളാണ് ഞാൻ പിടിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഇവിടെ എൻ്റെ മോൻ ഇത് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഇളയ മോന്. അപ്പോൾ അവന് വേണ്ടി ഞാനിത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, ഒരു മെനക്കേടും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒലിവ് ഓയിൽ ചേർക്കാൻ നിങ്ങൾ മറക്കണ്ട, കാരണം ഒലിവ് ഓയിലാണല്ലോ അറബ് ഫുഡിലെല്ലാം അവർ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒലിവ് ഓയിൽ, പിന്നെ സസ്യ എണ്ണ ഏതായാലും ചേർത്താൽ മതി, സൺഫ്ലവറോ ഒക്കെ ചേർത്താൽ മതി. പക്ഷേ ഒലിവ് ഓയിലാവുമ്പോൾ അതിനൊരു ആ മണം തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊരു 10 മിനിറ്റ് തുണി വെച്ച് ഒന്ന് മൂടി വെക്കാം. ആ ചെറിയ നനവുള്ള ഒരു തുണി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ഒന്നുകൂടെ അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ തവ വെച്ചിട്ട് തവ ചൂടാവുമ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഓയിലൊന്നും തേക്കാൻ പാടില്ല, ഡ്രൈ ആയിട്ടാണല്ലോ കുബ്സ്, ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. കണ്ടോ ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. കണ്ടോ ഇങ്ങനെ ബബിൾസായിട്ട് വരുന്നുണ്ടോ, ഈ പരുവത്തിൽ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം നല്ല നമ്മൾ ആ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെ കണ്ടോ മാവ് നല്ല പൊങ്ങി വരും, ഉണ്ടോ സോഫ്റ്റായിട്ട് വരും. തീ കുറച്ചിടണം, ഒരുപാടങ്ങ് തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോവും. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഇത് വലിയ തവ ആയതുകൊണ്ട് ഞാൻ കുബ്സ് ചെറുതായിട്ടാണ് പരത്തിയത് കൊണ്ട് 3 എണ്ണമൊക്കെ ഇട്ട് ഞാൻ എടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അറബ് ഫുഡാണിത്. കണ്ടോ ഞാനിത് നിങ്ങളെ ഒന്ന് കണ്ടോ,
കണ്ടോ നോക്കി ഒരു ബാഗ് പോലെ ആയി കണ്ടോ. ഇത്ര സോഫ്റ്റായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണിത്. അപ്പോൾ ഇതിന് മയോണൈസ് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.